ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. എവർട്ടൺ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാച്ച് പ്രിവ്യൂ. ഇതൊരു മാച്ച് പ്രിവ്യൂവിനെക്കാട്ടും കൂടുതൽ എന്തുകൊണ്ട് ഈ കളി നമുക്ക് ടോപ്പ് 4 ക്വാളിഫിക്കേഷൻ ഫിക്സ്ഡ് ആക്കി തരുന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളികൾ എടുത്തു കഴിഞ്ഞ ഈ വീക്കിലെ മത്സരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചെൽസി ഡ്രോ ആയി ബേൺലി ആയിട്ട് അറ്റ് ഹോം. അതേപോലെ തന്നെ ബ്രെൻഫോർഡ് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു, 3 പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു. ഇനി ലിവർപൂൾ ആണുള്ളത്. ലിവർപൂൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യോ ഇല്ലെന്നുള്ളത് നമുക്കറിയില്ല. ഹോപ്പ്ഫുള്ളി അവർ ഡ്രോപ്പ് ചെയ്യുമെന്ന് വിചാരിക്കാം. അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഈ കളിയിൽ 3 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഞാൻ പറയാൻ കാരണം, എവർട്ടൺ നമുക്കറിയാം ഓൾഡ് ട്രാഫോർഡിൽ വന്നിട്ട് അവർ 3 പോയിന്റ്സ് എടുത്തുകൊണ്ട് പോയി. അത് നമുക്ക് ആക്ച്വലി അങ്ങനെ 3 പോയിന്റ്സ് കിട്ടേണ്ടതാണ് ഓൾഡ് ട്രാഫോർഡിൽ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവരെടുത്തുകൊണ്ട് പോയി. ഈ എവർട്ടൻ്റെ ഗ്രൗണ്ടിൽ പോയിട്ട് ജയിക്കുക പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ഓൾഡ് ട്രാഫോർഡിൽ 3 പോയിന്റ്സ് മിസ് ചെയ്തതുകൊണ്ട് വി ഹാവ് ടു ഗെറ്റ് 3 പോയിന്റ്സ് അറ്റ് ദെയർ ഗ്രൗണ്ട്. അവരുടെ പുതിയ ഗ്രൗണ്ടാണ്, പേര് എനിക്കറിയില്ല, പുതിയ ഗ്രൗണ്ടാണ് എവർട്ടൻ്റെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കളി നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കളി നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ഇത് ബാക്കിയുള്ള ടോപ്പ് 4 എടുക്കാൻ പോകുന്ന എല്ലാ ടീംസിനും പ്രഷർ കൂട്ടുകയുള്ളൂ. സ്വാഭാവികമായിട്ട് അവർ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യും പ്രഷർ കൂടുമ്പോൾ. ഡ്രോ ആയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ഇതേപോലെ തന്നെ കട്ടക്ക് കട്ട പിടിച്ചിട്ട് എല്ലാവരും പോകേണ്ടി വരും. ഇനി നമ്മളെങ്ങനെ ഈ കളി തോറ്റു കഴിഞ്ഞാൽ, പ്രീമിയർ ലീഗിൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ ബി ബോട്ടിലിംഗ് ടോപ്പ് 4. സോ ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് ടു ഹാപ്പൻ. നമ്മൾ ഈ കളി ജയിച്ചേ പറ്റൂ. വി മസ്റ്റ് വിൻ ദിസ് മാച്ച്. പക്ഷേ ഈ കളി ജയിക്കണമെങ്കിൽ എവർട്ടനെതിരെ കാരിക്ക് ചില തീരുമാനങ്ങൾ മാറ്റേണ്ടി വരും. അതിലോട്ട് ഞാൻ വരാം. അതിന് കൂടെ തന്നെ എങ്ങനെയായിരിക്കും നമ്മൾ ടാക്റ്റിക്കലി എവർട്ടനെ ബീറ്റ് ചെയ്യാൻ പോകുക എന്നുള്ളത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഒരു ഷോർട്ട് വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കോമൻറ്റ്സ് ഷെയർ ചെയ്യുക, കോമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ദിസ് ഇസ് മിറാജ്, നിങ്ങളുടെ ചാനൽ സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ടാക്ടിക്കൽ ബാറ്റിൽസ്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് മൈക്കൽ കാരിക്ക് ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ള താല്പര്യമുണ്ട്, കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ പ്രഡിക്ഷൻ നടത്തിക്കൊണ്ട് യു ക്യാൻ സ്കിപ്പ് ദ വീഡിയോ, നോ പ്രോബ്ലം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ടാക്ടിക്കൽ ബാറ്റിൽ. എവർട്ടൺ എങ്ങനെയായിരിക്കും നമുക്കെതിരെ നിൽക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമുക്കെതിരെ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. സോ അതിലോട്ട് ഞാൻ വരാം. സോ നിങ്ങൾക്കിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ പ്ലേയേഴ്സ് ആയിരിക്കും ഈ ടീമിൽ വരേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിന് കൂടെ തന്നെ എങ്ങനെയായിരിക്കും നമ്മുടെ സെറ്റപ്പ് എവർട്ടനെതിരെ, അല്ലെങ്കിൽ നമുക്കെതിരെ എവർട്ടൺ എങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നുള്ളത് ഞാനിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. സോ നമുക്ക് അതിലോട്ടൊന്ന് ഡീപ്പ് ഡൈവ് ഇറങ്ങി നോക്കാം. അതായത് എന്തൊക്കെ നമ്മൾ ചെയ്യണം, ടാക്ടിക്കലി നമ്മൾ എങ്ങനെ മാറണം, കാരിക്ക് എന്തൊക്കെ ചെയ്യണം, എങ്ങനെ വരെ ബ്രേക്ക് ഡൗൺ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർട്ടിനസ്, യോറോ, ഇവർ 2 പേരുമാണ് നമ്മുടെ റെസ്റ്റ് ഡിഫൻസ്. നമുക്കറിയാം കാരിക്ക് കളിക്കുന്ന ഒരു 4 അറ്റ് ദ ബാക്ക് സിസ്റ്റമാണ്. സോ അതുകൊണ്ട് തന്നെ 2 അറ്റ് ദ ബാക്കിലുള്ള 2 മാൻ റെസ്റ്റ് ഡിഫൻസ് ആയിരിക്കും നമുക്ക് കാരിക്ക് സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. അതിന് കൂടെ ചില സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളത്, സംടൈംസ് മാർട്ടിനസ് സെൻറ്ററിലോട്ട് ഇറങ്ങി വരും, ഇവിടെ യോറോ അല്ലെങ്കിൽ മെഗ്വർ ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഈ കളി ഞാൻ യോറോനെ പിക്ക് ചെയ്യുന്നത് ഞാൻ കാരണം പിന്നെ പറയാം. അതേപോലെ തന്നെ കസമിറോ ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് 3 അറ്റ് ദ ബാക്ക് ആയിട്ട് മാറും റെസ്റ്റ് ഡിഫൻസ് ചില സമയങ്ങളിൽ. പക്ഷേ ഈ കളിയിൽ നമുക്ക് സത്യം പറഞ്ഞാൽ റെസ്റ്റ് ഡിഫൻസ് 2 എണ്ണം മതി. അത് ഞാൻ പറയാം, അതിലോട്ടേ വരാം. പക്ഷേ കോമ്പാക്റ്റ് ആയിട്ട് നിൽക്കേണ്ടി വരും. ഇങ്ങനെ നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളതാണ്. ലൂക്ക് ഷോ അതേപോലെ തന്നെ ഡയലോ, ഇവർ 2 പേരും ക്ലോസ് കോമ്പാക്റ്റിലാണ് നിൽക്കുന്നത്. സോ ബേസിക്കലി നമ്മുടെ മിഡ്ഫീൽഡ് 3 മിഡ്ഫീൽഡ് ആക്കാൻ വേണ്ടിയിട്ട് ചില സമയങ്ങളിൽ ഷോ ആണെങ്കിലും ഡയലോ ആണെങ്കിലും ഇത്ര കോമ്പാക്റ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മുടെ വൺ ഓഫ് ദ പ്രോബ്ലമാണ്. ഈ ലോ ബ്ലോക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്നില്ല ലോ ബ്ലോക്കിനെ. അപ്പോൾ ഞാനിവിടെ കാണിക്കാൻ വന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഞാനിവിടെ എംബൂമിന് പിക്ക് ചെയ്തിട്ടില്ല. അത് ഇങ്ങനത്തെ ഒരു എവർട്ടൺ മാച്ച് ആയതുകൊണ്ട് തന്നെയാണ് എംബൂമ് പിക്ക് ചെയ്യാത്തത്. ഇതാണ് ഞാൻ പറഞ്ഞ കാരിക്ക് ചില മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ കോമെൻറ്റ് യെസ് അല്ലെങ്കിൽ നോ വിത്ത് റീസൺസ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യാം. ഇനി കുന്യ ഇവിടെ ലെഫ്റ്റ് വിങ്ങിൽ നിൽക്കുന്നുണ്ട്, അമാദ് ഇവിടെ റൈറ്റ് വിങ്ങിൽ നിൽക്കുന്നുണ്ട്, ബ്രൂണോ നമ്പർ 10 റോളിൽ മെയിനും അഡ്വാൻസ്ഡായി നിൽക്കുന്നുണ്ട്, സെസ്കോ ആണ് ഞാൻ പിക്ക് ചെയ്യുന്ന സ്ട്രൈക്കർ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവരൊരു 5 അറ്റ് ദ ബാക്ക് 4 മിഡ് 1 സ്ട്രൈക്കർ ഈ ഒരു ഇതിലാണ് നിൽക്കുന്നത്. ചില സമയങ്ങളിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എവർട്ടൺ ചില സമയങ്ങളിൽ ഈ 5 അറ്റ് ദ ബാക്ക് മാറിയിട്ട് കോമ്പാക്ട് ഷേപ്പിൽ നിന്ന് 5 അറ്റ് ദ മിഡ്ഫീൽഡ് ആക്കും. ഈ ഒരു ഷേപ്പ് കീപ്പ് ചെയ്യും ഇവർ, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ എന്തായി 4-5-1 ഈ ഒരു ഷേപ്പായിരിക്കും ചില സമയങ്ങളിൽ എവർട്ടൺ കീപ്പ് ചെയ്യുക. ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. എസ്പെഷ്യലി അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് അവർ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ പറയുന്നത് ഫസ്റ്റ് ഗോൾ നമ്മൾ സ്കോർ ചെയ്തേ പറ്റും. ഐ ഡോണ്ട് കെയർ, അത് സെറ്റ് പീസിനാവാം, സെറ്റ് പീസിനാവാം, പെനാൾട്ടി ആയിരിക്കാം, എന്തും ആയിരിക്കാം. വി ഷുഡ് സ്കോർ ദ ഫസ്റ്റ് ഗോൾ. അവിടെ മാത്രമാണ് നമുക്ക് ഈ കളി നമുക്ക് കംഫർട്ടോടെ ജയിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്കത് ബ്രേക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഫോർ എക്സാമ്പിൾ നമുക്ക് ഗോൾ അടിക്കാൻ പറ്റിയിട്ടില്ല, ഒരു 20-25 മിനിറ്റ് നമുക്ക് ഗോൾ അടിക്കാൻ പറ്റിയിട്ടില്ല,
ഓഫ് കോഴ്സ് നമ്മുടെ കയ്യിൽ എൻ്റെ പ്രഡിക്ഷൻ പ്രകാരം ഓഫ് കോഴ്സ് നമ്മുടെ കയ്യിൽ ഒരു 60-65% വരെ നമുക്ക് ബോൾ പൊസിഷൻ ഉണ്ടായിരിക്കും. പക്ഷേ നമുക്ക് എങ്ങനെ ഇവർ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും? അതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. നമ്മൾ വെസ്റ്റ് ഹാം എതിരെ ഇത് കണ്ടതാണ്, നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയാണ് സെസ്കോൻ ഇമ്പോർട്ടൻസ് കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ മാർട്ടിനസിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്ന സംഭവം, അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹം മൈക്കൽ കാരിക്ക് എന്ത് ചെയ്യണം, ടാക്ടിക്കലി എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ പറയാൻ പോകുന്ന സംഭവം ഇതാണ്. സോ ലൂക്ക് ഷോനെ ഞാൻ സ്ട്രെച്ച് ചെയ്യിക്കും ഇതേപോലെ ഒരു ഹാഫ് സ്പേസിലോട്ട്. ഡാലോനെയും ഞാൻ ഒരു ഹാഫ് സ്പേസിലോട്ട് സ്ട്രെച്ച് ചെയ്യിക്കും. ഈ ഹാഫ് സ്പേസ് അതേപോലെ തന്നെ മിഡ്ഫീൽഡ് റൺ, തേർഡ് മാൻ റൺ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ലോ ബ്ലോക്കിന് വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൺഫോർച്യുനേറ്റ്ലി കുറച്ച് സമയം എടുക്കുന്നുണ്ട്. എന്തായാലും ഞാനിത് പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. സോ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ മാക്സിമം ഈ വീക്കിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം വീഡിയോ. കുറച്ച് സമയം എടുക്കുന്നതിന് കാരണം അത് കുറച്ച് ടാക്ടിക്കൽ ബ്രേക്ക് ഡൗൺ ഒക്കെ ചെയ്യാനുള്ളത് കൊണ്ടാണ് സമയം എടുക്കുന്നത്. സോറി ഫോർ ദാറ്റ്. പക്ഷേ എന്തായാലും ഞാൻ ഉടനടി ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്നാലും നമുക്ക് ഈ വീഡിയോയിലോട്ട് വരാം. സോ ഞാൻ ഹാഫ് സ്പേസിൻ്റെ കാര്യം ഞാൻ വീട്ടിൽ പറയുന്നതായിരിക്കും. എന്നാലും ഇവിടെ ഞാൻ പറഞ്ഞു വെക്കുകയാണ് ഹാഫ് സ്പേസ് എന്നുള്ളത്. അപ്പോൾ ഈ ഹാഫ് സ്പേസിലോട്ട് ലൂക്ക് ഷോയും ഡാലോനെ ഞാൻ തള്ളിക്കയറ്റും. ഓക്കെ, ഈ കോമ്പാക്ട് ഇങ്ങനെ നിൽക്കുന്ന ലൂക്ക് ഷോ അല്ലെങ്കിൽ ഡാലോ, ഈ സെൻട്രൽ മാത്രം നിൽക്കുന്ന ഡാലോനെ ഒന്ന് ഇങ്ങോട്ട് വലിക്കുന്നു, അതേപോലെ തന്നെ ഹാഫ് സ്പേസിലോട്ട് തള്ളിക്കയറ്റുന്നു. എന്നിട്ട് ഞാൻ ചെയ്യുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുനിയനെ സ്ട്രെച്ച് ചെയ്യിക്കും, അതായത് ലെഫ്റ്റിലോട്ട് സ്ട്രെച്ച് ചെയ്യിക്കും, അമാദിനെ റൈറ്റിലോട്ട് സ്ട്രെച്ച് ചെയ്യിക്കും. ഇത് ചെയ്യുന്ന എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും എവർട്ടൻ്റെ ഡിഫൻസ് സ്ട്രെച്ച് ആവും. ഫോർ എക്സാമ്പിൾ കുനിയ അങ്ങോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഡിഫൻഡർ എഡ്ജ് ഓഫ് ദ ബോക്സിൽ വരും, അമാദിനെ പിക്ക് ചെയ്യാനായിട്ടും ഒരു ഡിഫൻഡർ എഡ്ജ് ഓഫ് ദ ബോക്സിൽ വരും. ഇവിടെ ഉണ്ടാകുന്ന ലൂക്ക് ഷോ ഇങ്ങോട്ട് പുഷ് ചെയ്യുമ്പോൾ ഒരു മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഒരു അവരുടെ ലെഫ്റ്റ് ബാക്കായിട്ടോ റൈറ്റ് ബാക്കായിട്ടോ മിഡ്ഫീൽഡായിട്ടോ കളിക്കുന്ന ഒരാൾ അങ്ങോട്ട് ഡാലോനെയും അതേപോലെ തന്നെ ലൂക്ക് ഷോനെയും കവർ ചെയ്യാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഇതായിരിക്കും അവരുടെ ഷേപ്പ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ഗ്യാപ്പ് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്ലെയർ ഇങ്ങോട്ട് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യും, അതേപോലെ തന്നെ ഈ പ്ലെയർ ഒന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഇവിടെ ഉണ്ടാവുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരു മൂവ്മെൻറ്റ് വരുക, ഇങ്ങനൊരു മൂവ്മെൻറ്റ് വരും. ഇവിടെ ഉണ്ടാവുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പേസസ് കണ്ടോ, ഈ പോക്കറ്റ് ഓഫ് സ്പേസസ് ഇതിവിടെ ഓപ്പൺ ആവുകയാണ്. ഇങ്ങനത്തെ പോക്കറ്റ് ഓഫ് സ്പേസസ് ഇവിടെ ഓപ്പൺ ആവുകയാണ്. ഇവിടെയാണ് നമ്മുടെ അമാദായാലും കുഞ്ഞായാലും മെയിനു ആയാലും ബ്രൂണോ ആയാലും ത്രൈവ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവർട്ടൻ്റെ ഡിഫൻസിനെ സ്ട്രെച്ച് ചെയ്യിക്കണം. നമ്മൾ എത്രത്തോളം മിഡിലോട്ട് നമ്മൾ വരുന്നു അത്രത്തോളം എവർട്ടൺ കംഫർട്ടബിൾ ആണ്. അവരുടെ കംഫർട്ടിനെ ഒഴിവാക്കണം നമ്മൾ, എന്നാൽ മാത്രമേ നമുക്കിതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഈ അമാദ് കുനിയ ഇങ്ങനത്തെ പ്ലേസിനെ വെച്ചുകൊണ്ട് പിച്ച് സ്ട്രെച്ച് ചെയ്യിക്കുക, അവരുടെ ഡിഫൻസ് സ്ട്രെച്ച് ചെയ്യിക്കുക. അത് മാത്രമേ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇനിയാണ് ഞാൻ പറയുന്ന മെയിനുവിൻ്റെ ഇമ്പോർട്ടൻസും അതേപോലെ തന്നെ ലൂക്ക് ഷോ കുഞ്ഞ എന്നുള്ളവരുടെ ഇമ്പോർട്ടൻസും ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ബ്രൂണോ ഡാലോ അമാദ് എന്ന പ്ലേയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസും വരുന്നത്. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കസമിറോയ്ക്ക് ട്രാക്ക് ബാക്ക് ചെയ്തുകൊണ്ട് ഭയങ്കരമായിട്ട് ഓടി കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ല കസമിറോ. സോ നമുക്ക് കസമിറോയ്ക്ക് മാക്സിമം പ്രൊട്ടക്ഷൻ കൊടുക്കണം. അതിനോട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മാർട്ടിനസിനെ ചെറുതായിട്ടൊന്ന് മുന്നിലോട്ട് പുഷ് ചെയ്യിക്കും. യോറോനെ വി ഓൾ നോ യോറോയ്ക്ക് ട്രാക്ക് ബാക്ക് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. സോ ഞാൻ മാർട്ടിനസിനെ ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്യിക്കും. എന്നിട്ട് കസമിറോനെ ചെറുതായിട്ടൊന്ന് മുന്നോട്ട് പുഷ് ചെയ്യിക്കും. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കസമിറോനെ മുന്നോട്ട് പുഷ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ഈ പ്ലെയർ അല്ലെങ്കിൽ ഈ പ്ലെയർ കസമിറോനെ ഒന്ന് ബ്ലോക്ക് ചെയ്യാനായിട്ട് മുന്നോട്ട് കയറി വരും. അവിടെയാണ് നമ്മുടെ എഗെയിൻ പോക്കറ്റ് ഓഫ് സ്പേസസ് ഓപ്പൺ ആവുന്നത്. സോ ബേസിക്കലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പോക്കറ്റ് ഓഫ് സ്പേസ് ഓപ്പൺ ആയി, ഇവിടെയും ഒരു പോക്കറ്റ് ഓഫ് സ്പേസ് ഓപ്പൺ ആയി. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രൂണോ മെയിനു ഷോ കുഞ്ഞ അമാദ് ഡാലോ ഇവരുടെയൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലെറ്റ്സേ ഞാനിവിടെ ബോൾ ഇവിടെ ലെറ്റ്സേ നമ്മുടെ അടുത്ത് മാർട്ടിനസിനെടുത്ത് വിചാരിക്കുക. സോ മാർട്ടിനസ് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോനെ പിക്ക് ചെയ്യണം. ഷോനെ പിക്ക് ചെയ്തതിന് കുനിയനെ പിക്ക് ചെയ്യണം. ഇനി കുനിയനെ പിക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്ലെയർ കുനിയനെ ട്രാക്ക് ഡൗൺ ചെയ്യാൻ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാനായിട്ട് വരും. ഇവിടെ സംഭവിക്കുന്നത് ഇവിടെയാണ് നേരത്തെ പറഞ്ഞ സംഭവം. ഇവിടെ ഉണ്ടാകാൻ പോകുന്ന സംഭവം അല്ലെങ്കിൽ എന്താ ഉണ്ടാവേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനു ഇതാ ഈ സ്പേസിലോട്ട് ഓടിക്കയറണം, അല്ലെങ്കിൽ മെയിനു ബാക്കിലോട്ട് ഇറങ്ങണം. ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്ലെയർ പിടിക്കാനായിട്ട് വരും. അവിടെയാണ് ലൂക്ക് ഷോയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. സോ ലൂക്ക് ഷോ എന്ത് ചെയ്യണം, ഈ പോക്കറ്റ് ഓഫ് സ്പേസിലോട്ട് കയറി പോകണം. വിച്ച് മീൻസ് ഒരു ഹാഫ് സ്പേസ് പോലെ തന്നെ ഈ പോക്കറ്റ് ഓഫ് സ്പേസിലോട്ട് കയറി പോകണം. ഇവിടെ ആയിരിക്കും കുനിയുടെ ഇമ്പോർട്ടൻസ് ബോൾ പ്രോഗ്രസ് ചെയ്യുന്ന. എഗെയിൻ സെസ്കോ ഈസി ഗോൾ. ഇതായിരിക്കണം ചെയ്യേണ്ടത്. ഇത് മാത്രമേ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ ഒരു ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ. ഇനി എഗെയിൻ നമ്മളിവിടെ സംഭവിക്കുമ്പോൾ വേറൊരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംടൈംസ് ഇവർ കോമ്പാക്റ്റായി നിന്നുകൊണ്ട് 5 അറ്റ് ദ ബാക്ക് ആയിരിക്കും അവർ കളിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർട്ടിനസിൻ്റെ അടുത്ത് പന്ത് കിട്ടുകയാണെങ്കിൽ കസമിറോൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. സോ ബേസിക്കലി ഇയാൾ പുഷ് ചെയ്യേണ്ടി വരും. ഇവിടെയാണ് കസമിറോയ്ക്ക് ഇത്രയും ഓപ്പണായി സ്പേസ് കിട്ടുന്നത്. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഇൻസ്റ്റെഡ് ഓഫ് കസമിറോനെ മുന്നോട്ട് പുഷ് ചെയ്തുകൊണ്ട് മെയിനുവിനെ ഞാൻ ഇങ്ങോട്ട് ഇറക്കും. കാരണം നമ്മൾ വെസ്റ്റ് ഹാം ഇതിലുള്ള മാച്ചിൽ നമ്മൾ കണ്ടതാണ്, മെയിനു ഈസ് വെരി ഗുഡ് അറ്റ് പിക്കിംഗ് പോക്കറ്റ് ഓഫ് സ്പേസസ്. കാരണം ആ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടായിരുന്നു, മെയിനു പന്ത് കിട്ടിയ ഉടനെ മെയിനു ചെറിയൊരു സ്പേസ് കിട്ടിയ ഉടനെ അങ്ങോട്ട് ഓടിക്കയറി ഒരു ക്രോസ് ഇട്ടിട്ടാണ് കസമിറോ അൺഫോർച്യുനേറ്റ്ലി ഓഫ് സൈഡ് ആയി, പക്ഷേ കസമിറോ ഗോൾ അടിച്ചത്. അതേ സംഭവമാണ് ഇവിടെയും ചെയ്യേണ്ടത്. കാരണം കസമിറോയ്ക്ക് നമുക്കറിയാം കസമിറോ അടുത്ത് പന്ത് കിട്ടിയാലും ഹി നീഡ്സ്
ഒരു മില്ലി സെക്കൻഡ്, ഒരു 1 or 2 seconds മൂപ്പർക്ക് ജഡ്ജ് ചെയ്യാനുള്ള സമയം വേണം. മെയിനുവിന് അതിൻ്റെ ആവശ്യം, മെയിനു യങ് പ്ലെയറാണ്, മെയിനു പെട്ടെന്ന് ഓടി കയറും സ്പേസിലോട്ട്. വേറെ സംഭവം ഉള്ളത്, കസ്റ്റമറുടെ അടുത്ത് പന്ത് മിസ്സായി കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ട്രാക്ക് ബാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ മെയിനുവിൻ്റെ കയ്യിൽ നിന്ന് നമുക്കറിയാം പന്ത് അങ്ങനെ മിസ്സാവില്ല. സോ അതുകൊണ്ടാണ് ഞാൻ മെയിനുവിനെ ഇങ്ങോട്ട് ഡീപ്പിലോട്ട് ഇറക്കി വിടുന്നത്. ഇനി ഇവിടെ ഞാൻ ചെയ്യുന്ന സംഭവം, മെയിനുവിൻ്റെ അടുത്ത് പന്ത് കിട്ടുമ്പോൾ വാട്ട് ഐ വോണ്ട് ടു ഡു, മാർട്ടിനസിനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യിക്കണം അങ്ങോട്ട്, അതേപോലെ തന്നെ കുനിയ ഡീപ്പിലോട്ട് ഇറങ്ങി വരണം. ഇതേ സംഭവം ഇപ്പുറത്തെ സൈഡിൽ സംഭവിക്കണം കേട്ടോ. അപ്പോൾ അമാദായാലും ഡാലോ ആയാലും സംഭവിക്കണം. പക്ഷേ ഞാനൊരു സൈഡ് മാത്രമേ എടുക്കുന്നുള്ളൂ, വീഡിയോ ലോങ് ആവേണ്ട വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത്, മെയിൻ്റെ അടുത്ത് പന്ത് കിട്ടുമ്പോൾ ഐ വോണ്ട് ഈ പന്ത് ഒന്നില്ലെങ്കിൽ ബാക്കിലോട്ട് മാർട്ടിനസിലോട്ട്, അല്ലെങ്കിൽ ഐ വോണ്ട് സെസ്കോ ടു ഡ്രോപ്പ് ഡൗൺ ഇങ്ങോട്ട്. ഓക്കെ, എന്നിട്ട് പന്ത് സെസ്കോയ്ക്ക് കൊടുക്കുക. അവിടെയാണ് ഈ ഡിഫൻഡർ സെസ്കോനെ പിക്ക് ചെയ്യാൻ വരുമ്പോൾ ഇത്രയും സ്പേസ് ഓപ്പൺ ആവുന്നത്. സോ ഐ വാണ്ട് ബ്രൂണോ ഒരു റണ്ണ് മേക്ക് ചെയ്യണം, അതേപോലെ തന്നെ ഡാലോ ഒന്ന് ഉള്ളിലോട്ട് ഇറങ്ങി വരണം, ഓർ അല്ലെങ്കിൽ മെയിനു തന്നെ കുറച്ച് ഡീപ്പിലോട്ട് ഇറങ്ങി വന്ന് ഒരു 1 touch പാസ് കളിച്ചുകൊണ്ട് പാസ് ഇടാൻ നോക്കണം. സോ ഫോർ എക്സാമ്പിൾ, ഇവിടെ മെയിനിൻ്റെ അടുത്ത് പന്ത് കിട്ടിയ ഉടനെ സെസ്കോ നമ്മൾ ഡീപ്പിലോട്ട് ഇറങ്ങി വരുന്നു, സ്വാഭാവികമായിട്ട് സെസ്കോനെ പിക്ക് ചെയ്യാനായിട്ട് ഈ ഡിഫൻഡർ വരുന്നു, ഗിവ് ദ ബോൾ, ഓക്കെ, ഗിവ് ഇറ്റ് ബാക്ക് ടു മെയിനു, ബ്രൂണോ ഈ സ്പേസ് പിക്ക് ചെയ്തുകൊണ്ട് ഓടുന്നു, ജസ്റ്റ് 1 pass, ഒരു ലോങ് പാസ് അല്ലെങ്കിൽ ഡ്രോപ്പ് ബോൾ, ഈസി ഗോൾ. ഇതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ മാത്രമാണ് നമുക്ക്, എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ മാത്രമാണ് നമുക്ക് എവർട്ടനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിനാരിയോ. ഇനി രണ്ടാമത്തെ സിനാരിയോ, ലെറ്റ്സ് ഗോ ബാക്ക് ടു അവരുടെ 5 at the back 4 at the back എന്തോ ആയിക്കോട്ടെ, ലെറ്റ്സ് ഗോ ബാക്ക് ടു ദാറ്റ് സിസ്റ്റം. ഇവിടെ കസമീർ നമ്മുടെ CDM ആയിട്ട് നിൽക്കുന്നു, സെസ്കോ നമ്മുടെ സ്ട്രൈക്കറാണ്, വി ഓൾ നോ ദാറ്റ്. മെയിനു നമ്മുടെ നിൽക്കുന്നുണ്ട്, കസമീറോ മിഡിൽ നിൽക്കുന്നുണ്ട്, കസമറിൻ്റെ കൂടെ വേറെ പ്ലെയറും കൂടി ഉണ്ട്. സോ ഫോർ എക്സാമ്പിൾ 5-4-1 ആണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത് വിചാരിക്കുക, ആസ് യു ക്യാൻ സീ ഹിയർ. ഇവിടെ മാർട്ടിനസിനടുത്ത് പന്ത് കിട്ടുമ്പോൾ ഐ വോണ്ട് എഗെയിൻ കുന്യ സ്ട്രെച്ച് ചെയ്യണം, ലൂക്ക് ഷോ ഇവിടെ ഉണ്ടാവണം. സോ ബേസിക്കലി നമ്മളൊരു 2-3 ഫോർ എക്സാമ്പിൾ 2-3-5 ഈ ഒരു ഷേപ്പ്, 2 man ഡിഫൻസ്, 2 man's റെസ്റ്റ് ഡിഫൻസ്, 3 at the midfield അല്ലെങ്കിൽ 3 in the center, അതേപോലെ തന്നെ 5 in attacking spaces. ഇതായിരിക്കും നമ്മുടെ ഷേപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞത് പോക്കറ്റ് ഓഫ് സ്പേസ് കണ്ടെത്തുന്ന കാര്യമാണ്. ഇവിടെ ഞാൻ ഈ പറയാൻ പോകുന്നത് സെക്കൻഡ് അറ്റംപ്റ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മൾ വെസ്റ്റ് ഹാമിനെതിരെ കണ്ടു. സോ ഫോർ എക്സാമ്പിൾ മാർട്ടിനസിന് പന്ത് കിട്ടുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു മാർട്ടിനസിന് ഇമ്പോർട്ടൻറ്റ് വളരെ കൂടുതലാണ്, കാരണം മാർട്ടിനസ് ഈസ് വെരി ഗുഡ് അറ്റ് പിക്കിംഗ് എന്താ പറയുക പാസസ്, പിച്ച് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് പാസ് ഇടാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് മാർട്ടിനസ്. ഇവിടെ മാർട്ടിനസിന് പന്ത് കിട്ടുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ലൂക്ക് ഷോ എന്ന് വിചാരിക്കാം. ഈ ലൂക്ക് ഷോയുടെ അടുത്ത് പന്ത് കിട്ടുമ്പോൾ വാട്ട് ഐ വോണ്ട് ഹിയർ ടു ഹാപ്പൻ ഈസ് മെയിനു സ്വാഭാവികമായിട്ട് അവരുടെ ഡിഫൻഡർ ഇങ്ങോട്ട് വരും. അപ്പോൾ മെയിനു ഡീപ്പിലോട്ട് ഇറങ്ങി വന്നിട്ട് ഇനി കുനിയ ഓൾസോ ഇറങ്ങി വന്നിട്ട് വി നീഡ് ടു ക്രിയേറ്റ് എ ട്രയാങ്കിൾ. ബേസിക്കലി ഒരു ട്രയാങ്കിൾ കീപ്പ് ചെയ്താൽ മാത്രമാണ് ഇത് നടക്കുകയുള്ളൂ. ഇവിടെയാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് മിഡ്ഫീൽഡർ. അതായത് നമുക്ക് വൈഡ് സ്പേസസിൽ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് കളി പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു മിഡ്ഫീൽഡർ മസ്റ്റ് ആണെന്നുള്ളത് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കളിയിൽ എനിക്കൊണ്ട് മെയിനു ആയിരിക്കണം അത് ചെയ്യേണ്ടത്, അപ്പുറത്തെ സൈഡിൽ ബ്രൂണോ ആയിരിക്കണം അത് ചെയ്യേണ്ടത്. ഇവിടെ മെയിനു ഡീപ്പിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഇത്രയും പോക്കറ്റ് ഓഫ് സ്പേസ് ഓപ്പൺ ആവുകയാണ്. സോ ഐ വോണ്ട് ഹിയർ ടു ഹാപ്പൻ, ഇവിടെ ഷോ മെയിനു, അപ്പോഴേക്കും കുനിയ ഹാവ് ടു റൺ ഹിയർ. കുനിയ റൺ ചെയ്യുമ്പോൾ സ്വാഭാവികമാണ് നമുക്കറിയാം ഇവിടെ ഇവനെ പിക്ക് ചെയ്യാൻ ഡിഫൻഡർ അവൻ്റെ കൂടെ വരും. വാട്ട് ഹിയർ ഹാസ് ടു ഹാപ്പൻ, കുനിയയ്ക്ക് പന്ത് കൊടുക്കുമ്പോൾ ലൂക്ക് ഷോ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വരണം. ഇവിടെ ലൂക്ക് ഷോയ്ക്ക് പന്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏർലി ക്രോസസ്, 1 or 2 touches ഒന്നുമില്ല, ഏർലി ക്രോസസ് ഇൻ ടു ദ ബോക്സ്, ബ്രൂണോ ബാക്ക് പോസ്റ്റിൽ, സെസ്കോ ഫ്രണ്ട് പോസ്റ്റ് സെൻറ്ററിൽ, പുട്ട് ദ ക്രോസ്, ഒന്നില്ലെങ്കിൽ സെസ്കോ അല്ലെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ബ്രൂണോ, വി ക്യാൻ സ്കോർ ഗോൾസ്. നമ്മൾ ഇതേ ഒരു അറ്റംപ്റ്റ് നമ്മൾ ഇവർക്കെതിരെ ലാസ്റ്റ് മാച്ച് ആർക്കെതിരെ ആയിരുന്നു, ഐ തിങ്ക് സ്പേഴ്സിനെതിരെ, ബ്രൂണോ സ്പേഴ്സിനെതിരെ അടിച്ച ഗോൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇതേ ഒരു സംഭവമാണ് നമ്മൾ ചെയ്തത്, ആൻഡ് ദിസ് ഹാസ് ടു ഹാപ്പൻ. അതേപോലെ തന്നെ ഇതേ ഒരു സംഭവം നമ്മൾ കണ്ടത് വെസ്റ്റ് ഹാമിനെതിരെ എംബൂമോ ഇട്ട ക്രോസിൽ നിന്ന് സെസ്കോ അടിച്ച ഗോൾ. സോ ഈ രണ്ട് അപ്രോച്ചിൽ മാത്രമാണ് നമുക്ക് ഗോൾ അടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറെ സിനാരിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ടാക്ടിക്കലി കാണിച്ചിട്ട് ആവശ്യമില്ല. അല്ലെങ്കിൽ വേറെ നെക്സ്റ്റ് സിനാരിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് കൗണ്ടർ അറ്റാക്സ്. അത് ഞാൻ പറയാൻ കാരണം, ഇഫ് എവർട്ടൺ ഫസ്റ്റ് ഗോൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ഗോൾ അടിച്ചു കഴിഞ്ഞാൽ എവർട്ടൺ സ്വാഭാവികമായിട്ടും അറ്റാക്കിങ് ചെയ്യാനുള്ള ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഒരു വ്യഗ്രത കൂടുതലായിരിക്കും. സോ എന്താ ചെയ്യുക, എവർട്ടൺ നമ്മളെ പുഷ് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ബാക്കിൽ സ്പേസസ് ഓപ്പൺ ആയി കിട്ടും. ആൻഡ് വി ഓൾ നോ അമാദ്, കുന്യ, സെസ്കോ, ബ്രൂണോ ഇവരൊക്കെ സ്പേസ് ബാക്കിൽ കണ്ടെത്തിക്കൊണ്ട് പാസ് കൊടുക്കാൻ പറ്റിയ ആൾക്കാരാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് കൗണ്ടറിൽ ഗോൾ അടിക്കാൻ പറ്റും. ഞാനിവിടെ കാണിച്ചത് കൗണ്ടറിൽ നമുക്ക് ഗോൾ അടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എവർട്ടൺ എങ്ങനെ ഫസ്റ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യണമെന്നാണ്. സോ ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. ഇനി ഇതാണ് എൻ്റെ ടാക്ടിക്കൽ ബ്രേക്ക് ഡൗൺ. ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്തായിരിക്കണം ക്യാരിക്ക് കൊണ്ടുവരേണ്ട ചേഞ്ചസ് എന്നാണ്. അത് നിങ്ങൾക്ക് ഫസ്റ്റ് ലൈൻ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ഇതുവരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ടാക്ടിക്കൽ ബോർഡ് കാണിച്ചുകൊണ്ട് വന്ന് എങ്ങനെ നമ്മൾ കളിക്കണമെന്ന് കാണിച്ചു തന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഒപ്പീനിയൻസ് കോമെൻറ്റ് ചെയ്യുക.
ചിലപ്പോൾ നിങ്ങൾക്ക് വേറൊരു ടാക്ടിക്കൽ അപ്രോച്ച് ഉണ്ടായിരിക്കാം. ഇത് രണ്ടും അല്ലാതെ ഈ എവർട്ടൻ്റെ ലോ ബ്ലോക്കിനെ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം അല്ലാതെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഐഡിയാസ് ഉണ്ടായിരിക്കാം, അതും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. മേ ബി നല്ല കോമൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ടാക്ടിക്കൽ ബ്രേക്ക് ഡൗൺ. ഇനി കാരിക്ക് ചെയ്യുന്ന സംഭവങ്ങൾ, എൻ്റെ അഭിപ്രായത്തിൽ കാരിക് ഹാസ് ടു സ്റ്റാർട്ട് സെസ്കോ. ഒരു ഡൗട്ടും ഇല്ല, സെസ്കോ ഹാസ് ടു സ്റ്റാർട്ട്. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മിനിറ്റ്, അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ നേരത്തെ ടാക്ടിക്കൽ ബോർഡിൽ കണ്ടു കാണും എങ്ങനെയാണ് അവർ കോമ്പാക്റ്റായിട്ട് നിൽക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ ക്രോസ് ഇടുമ്പോൾ സ്വാഭാവികമാണ് നമുക്ക് ഹൈറ്റ് അഡ്വാൻറ്റേജ് മസ്റ്റാണ്. ഈ ഹൈറ്റ് അഡ്വാൻറ്റേജ് കിട്ടണമെങ്കിൽ നമുക്ക് സെസ്കോ പോലത്തെ പ്ലെയർ മസ്റ്റാണ്. അതേപോലെ തന്നെ സെസ്കോ മേക്ക് ചെയ്യുന്ന റൺസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു സ്ട്രൈക്കർ മേക്ക് ചെയ്യുന്ന റൺസിനും ഒരു ഫോൾസ് നമ്പർ 9 അല്ലെങ്കിൽ ഫോൾസ് 9 മേക്ക് ചെയ്യുന്ന റൺസിനും വളരെ ഡിഫറൻസ് ഉണ്ട്. എസ്പെഷ്യലി ഒരു ലോ ബ്ലോക്ക് അല്ലെങ്കിൽ കോമ്പാക്റ്റായിട്ട് നിൽക്കുന്ന ഷേപ്പിനെതിരെ സെസ്കോ മേക്ക് ചെയ്യുന്ന റണ്ണെന്നായിരിക്കും നമുക്ക് ബ്രൂണോനെ പിക്ക് ചെയ്യാൻ പറ്റും, അമാദിനെ പിക്ക് ചെയ്യാൻ പറ്റും, കുനിയനെ പിക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് സെസ്കോനെ പിക്ക് ചെയ്യുന്നത്. സെസ്കോ ഹാസ് ടു സ്റ്റാർട്ട്. അതേപോലെ തന്നെ ഈ കളിയിൽ മെഗ്വർ കളിക്കാൻ പാടില്ല. മെഗ്വർ ഇഞ്ചോർഡ് ആണെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ഇഞ്ചോർഡ് അല്ലെങ്കിൽ മെഗ്വർ ഷുഡ് നോട്ട് സ്റ്റാർട്ട് ദിസ് ഗെയിം. കാരണം യോറോയ്ക്ക് മാത്രമാണ് ട്രാക്ക് ബാക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളൂ. എവർട്ടൺ ചെയ്യാൻ പോകുന്ന പരിപാടി ഇത്രേ ഉള്ളൂ. അവർ ലോ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യും, കോമ്പാക്റ്റായിട്ട് നിൽക്കും, എന്നിട്ട് ഡിഫെൻഡ് ചെയ്യും, നാരോ ആയിട്ട് ഡിഫെൻഡ് ചെയ്യും. അതിൻ്റെ കൂടെ അവർ ക്രോസുകൾ ഇട്ടോളം പറയും, സ്വാഭാവികമായിട്ടും ക്രോസുകൾ ഇട്ടോളം പറയും. അതിൻ്റെ കൂടെ അവർ ഭയങ്കര പേഷ്യൻ്റ് ആയിരിക്കും. ഭയങ്കരമായിട്ട് പേഷ്യൻ്റായി നിന്നുകൊണ്ട് അവർ സെറ്റ് പീസിൽ നിന്നും കൗണ്ടർ അറ്റാക്കിൽ നിന്നും ഒരു ലോങ് ബോൾ ഇട്ടുകൊണ്ട് ഗോൾ അടിക്കാൻ നോക്കുള്ളൂ. നമുക്കറിയാം ഇൻഡായെ അതേപോലെ തന്നെ അങ്ങനത്തെ പ്ലേയേഴ്സ് അവർക്ക് ഉണ്ട്. സ്വാഭാവികമായിട്ട് അവർ ഇമ്പോർട്ടൻറ്റ് പ്ലേയേഴ്സാണ്. അവർ നല്ല പേസിയാണ്, നല്ല ഡ്രിബിളേഴ്സാണ്, അവർക്ക് ഗോൾ അടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തായാലും ഉണ്ടാവും. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യോറോ ഹാസ് ടു സ്റ്റാർട്ട്. മെഗ്വർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഹാവ് പാനിക് അറ്റാക്സ്. ഒരു സംശയം വേണ്ട, ഐ വിൽ ഹാവ് പാനിക് അറ്റാക്സ്. കാരണം എനിക്കറിയാം മെഗ്വറിന് ട്രാക്ക് ബാക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. ലാർജ് സ്പേസ് കവർ ചെയ്യാനുള്ള, ലാർജ് ഗ്രൗണ്ട് കവർ ചെയ്യാനുള്ള എബിലിറ്റി മെഗ്വറിനില്ല. അതുകൊണ്ട് തന്നെ യോറോ ഹാസ് ടു സ്റ്റാർട്ട്. യോറോ കഴിഞ്ഞ് 2-3 കളി നന്നായിട്ട് കളിക്കുന്നുണ്ട്. ലെറ്റ് ഹിം ഡെവലപ്പ്. അതാണ് ഞാൻ യോറോനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങളാണ് മൈക്കൽ കാരിക്ക് ടീമിൽ കൊണ്ടുവരേണ്ടത്. ഈ സെയിം ടീം വെച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി വിൽ സ്ട്രഗിൾ. നമ്മൾ വെസ്റ്റ് ഹാമിനെതിരെ ഇറക്കിയ അതേ സ്റ്റാർട്ടിംഗ് 11 ആണെങ്കിൽ വി വിൽ സ്ട്രഗിൾ. ഒരു സംശയം വേണ്ട, അതെൻ്റെ പ്രഡിക്ഷൻ തന്നെയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കറിയാം. യുണൈറ്റഡിൻ്റെ മെയിൻ ഇഷ്യൂ എന്താണെന്നുള്ളത്. നമ്മുടെ മെയിൻ ഇഷ്യൂ മിഡ്ഫീൽഡും അതും ഇതൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കളികൾ വരുമ്പോൾ നമ്മുടെ മെയിൻ ഇഷ്യൂ നമ്മുടെ ഓഫ് ദ ബോൾ മൂവ്മെൻ്റ് ആണ്. നമുക്ക് ഓഫ് ദ ബോളിൽ ഒരു മൂവ്മെൻറ്റ് ഇല്ല. നമ്മളെല്ലാവരും സ്റ്റാറ്റിക്കാണ്. നമ്മുടെ കുറേ പ്ലേയേഴ്സൊക്കെ സ്റ്റാറ്റിക്കാണ്. ആകെ മെയിനോ ബ്രൂണോ അതേപോലെ തന്നെ അമാദാണ് ഒന്ന് മൂവ് ചെയ്ത് കളിക്കുന്ന പ്ലേയേഴ്സ്. ഇപ്പോൾ കസ്റ്റമർ എടുത്താലും ലൂക്ക് ഷോ എടുത്താലും ഡയലോഗ് എടുത്താലും സ്റ്റാറ്റിക്കാണ് പല സമയത്ത്. അവർ മൂവ് ചെയ്യുന്നില്ല. പന്ത് കാലിൽ കിട്ടുന്നവർ മൂവ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഹാഫ് സ്പേസസ് കണ്ടെത്താൻ പറ്റാത്തതും. അവിടെയാണ് നേരത്തെ പറഞ്ഞ ടാക്ടിക്കൽ ബോൾ ഞാൻ കാണിച്ചിരുന്ന സംഭവം, എങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ വി ഹാവ് ടു ഡു ദാറ്റ്. ഇനി വേറൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈറ്റ് സ്പേസസിൽ റൊട്ടേഷൻ ഇല്ല. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് നമ്മൾ എന്തുകൊണ്ട് ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് എടുക്കണം മറ്റേ ഇവിടെ വൈഡിൽ എന്നുള്ളത്. അങ്ങനത്തെ ടൈറ്റ് സ്പേസിൽ നമ്മൾ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജും അതേപോലെ തന്നെ ഇനഫ് റൊട്ടേഷൻ നടത്തിയാൽ മാത്രമാണ് നമുക്ക് ബോൾ പ്രോഗ്രസ് ചെയ്ത് ക്രോസ് ഇടാൻ പറ്റുള്ളൂ. അത് നമ്മുടെ വൺ ഓഫ് ദി ഇഷ്യൂ ആണ്. പിന്നെ വേറെ സംഭവം, വി ആർ ടു പ്രെഡിക്റ്റബിൾ. നമ്മൾ കളിക്കുന്ന പ്രെഡിക്റ്റബിൾ ആണ് എല്ലാ ടീമിനും. എങ്ങനെ നമ്മൾ ഏത് പ്ലെയറാണ് നമ്മുടെ ഡേഞ്ചർ സംഭവം, അല്ലെങ്കിൽ ഏത് പ്ലെയറാണ് നന്നായിട്ട് കളിക്കുന്നത്, ഇതൊക്കെ വളരെ പ്രെഡിക്റ്റബിൾ ആണ്. സോ വി ഹാവ് ടു ഡു സംതിങ് അൺപ്രെഡിക്റ്റബിൾ ഈ കളിയിൽ. മേ ബി ഞാൻ പറഞ്ഞ ടാക്ടിക്കൽ ബോർഡ് വെച്ച് പറഞ്ഞ ഫസ്റ്റ് സിനാരിയോ, നമ്മൾ എങ്ങനെ സ്പേസ് കണ്ടെത്തണം എന്നുള്ളത് ആർക്കും പ്രെഡിക്റ്റബിൾ അല്ല. അത് നമ്മൾ പലവട്ടം അത് ചെയ്യാത്ത കാര്യമാണ്. വെരി മിനിമലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ കളി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എവർട്ടൺ കനോട്ട് പ്രെഡിക്റ്റ് അസ്. നമ്മൾ എന്ത് ചെയ്യുന്നുള്ള എവർട്ടൺ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ വി ഹാവ് ടു ബി അൺപ്രെഡിക്റ്റബിൾ ഈ കളിയിൽ. ഇനി നമുക്ക് ഈ കളി എങ്ങനെ ജയിക്കാം? നമ്മൾ ബോൾ പെട്ടെന്ന് മൂവ് ചെയ്യണം. നമ്മൾ വളരെ സ്ലോ ആയിട്ട് 2-3 ടച്ചും 4 ടച്ചൊക്കെ എടുത്ത് പതുക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എവർട്ടൺ സുന്ദരമായിട്ട് ഡിഫെൻഡ് ചെയ്യും. അവർ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ഒരു ഗോൾ അവിടെ അടിക്കാൻ നോക്കും, കളി അവർ കൊണ്ടുപോകാൻ നോക്കും. ഇതാണ് ഉണ്ടാകാൻ പോകുന്നത്. സോ വി ഹാവ് ടു മൂവ് ദ ബോൾ വെരി ക്വിക്ക്. അതേപോലെ തന്നെ ഓവർലോഡ് ചെയ്യുക, ഹാഫ് സ്പേസിൽ ഓവർലോഡ് ചെയ്യുക നേരത്തെ പറഞ്ഞു. പിന്നെ മിഡ്ഫീൽഡേഴ്സ് തേർഡ് മാൻ റൺസ് നടത്തുക. ഇതൊക്കെ ഞാൻ നേരത്തെ ലോ ബ്ലോക്കിനെതിരെയുള്ള വീഡിയോയിൽ കൊണ്ടുവരുന്ന സംഭവമാണ്. നേരത്തെ പറഞ്ഞിരുന്നു. ലോ ബ്ലോക്കിനെതിരെയുള്ള ആ വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ പറയുന്ന സംഭവമാണ് ഈ മിഡ്ഫീൽഡേഴ്സ് എന്തുകൊണ്ട് തേർഡ് മാൻ റൺസ് നടത്തുന്നതൊക്കെ. സോ അതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻഡെപ്തായിട്ട് ഞാൻ അതിൽ പറയുന്നുണ്ടാവും ആ വീഡിയോയിൽ. സോ ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി കീ ഏരിയാസ് ടു വാച്ച്: മിഡ്ഫീൽഡ് കൺട്രോൾ, അതേപോലെ തന്നെ യുണൈറ്റഡിൻ്റെ അടുത്ത് ബോൾ ഡോമിനേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ. നമ്മൾ ബോൾ ഡോമിനേറ്റ് ചെയ്താലും നമ്മൾ ചാൻസ് ക്രിയേറ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ വെറുതെ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എവർട്ടൺ വിൽ ടാർഗറ്റ് കൗണ്ടർ അറ്റാക്സ്, ലോങ് ഡയഗണൽ ബോൾസ്, അതേപോലെ തന്നെ സെറ്റ് പീസസ്. സോ വി ഹാവ് ടു ബി മെൻ്റലി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. പിന്നെ വേറെ സമയം എനിക്ക് പറയാനുള്ളത് പ്രഡിക്ഷൻ. എന്തായിരിക്കും ഈ കളിയുടെ പ്രഡിക്ഷൻ? സോ ഞാൻ പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇഫ് ഞാൻ 2 സിനാരിയോ പറയാം. ഇഫ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്കോർ ഫസ്റ്റ്, ഐ തിങ്ക് വി വിൽ വിൻ ദിസ് മാച്ച് 2-0. അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2, എവർട്ടൺ 0. നേരെ മറിച്ച് എവർട്ടൺ ഫസ്റ്റ് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ടഫ് മാച്ച്. പക്ഷെ എന്നാലും ഐ സ്റ്റിൽ പ്രെഡിക്റ്റ് എവർട്ടൺ ഫസ്റ്റ് സ്കോർ ചെയ്താലും ഐ തിങ്ക് വി വിൽ വിൻ ദ മാച്ച്. എവർട്ടൺ 1, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്
2. ഇതാണ് എൻ്റെ പ്രഡിക്ഷൻ. ഐ തിങ്ക് വി വിൽ വിൻ ആൻഡ് വി ഹാവ് ടു വിൻ, വി ഷുഡ് വിൻ. അത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വീഡിയോ തുടങ്ങിയപ്പോൾ, ടോപ്പ് 4 റേസ് ഈസ് ഹീറ്റിംഗ് അപ്പ്. വി ഹാവ് ടു വിൻ ദിസ് മാച്ച്. ഈ മാച്ച് വിൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 60-65% നമ്മൾ ടോപ്പ് 4 നെയിൽഡ് ഓൺ ആണ്. നേരെ മറിച്ച് നമുക്കൊരു നെഗറ്റീവ് റിസൾട്ടാണ് വരുന്നതെങ്കിൽ വി വിൽ സ്ട്രഗിൾ. സോ ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് നേരത്തെ ഞാൻ ടേബിളൊക്കെ കാണിച്ചു തന്നു, അതേപോലെ തന്നെ ടാക്ടിക്കൽ ബോർഡ് ഞാൻ കാണിച്ചു തന്നു, എന്ത് സെറ്റപ്പാണ് ഞാൻ ചെയ്യാമെന്ന് കാണിച്ചു തന്നു, ക്യാരിക്ക് എന്ത് ചേഞ്ചസ് കൊണ്ടുവരുന്നത് ഞാൻ കാണിച്ചു തന്നു, എൻ്റെ സ്കോർ പ്രഡിക്ഷൻ ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. എന്തായിരിക്കും ഈ കളിയിലെ സ്കോർ, ഈ കളിയിലെ ഫൈനൽ സ്കോർ എന്തായിരിക്കും നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ആരായിരിക്കും ഈ കളി ജയിക്കാൻ പോകുന്നത്? യു ക്യാൻ പ്രെഡിക്റ്റ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക ബാക്കി യുണൈറ്റഡ് ഫാൻസിന്. ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്ട്രട്ട്ഫോർഡ് സിഗ്നൽ. കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്. സീ യു ആഫ്റ്റർ ദ മാച്ച്.